അവരുടെ സെലിബ്രേഷൻ നോക്കൂ. ഒരു താരത്തിനും കിട്ടാത്തൊരു എൻട്രി ആണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഹോംലി സ്റ്റാർ, ഹായ് അളിയൻ, കിളിബോയ് അളിയൻ. യെസ്, എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ? ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലെ? ആളെ കണ്ടാൽ തന്നെ നമ്മൾ ശരിക്കും ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും. ഇവിടെ എന്തോ കൗണ്ടർ വന്നു, ഞാൻ കേട്ടില്ല. ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൺ സപ്പോർട്ടാണ്. ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൺ സപ്പോർട്ടാണ്. ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ്, ദാറ്റ് വാസ് സോ ബ്രില്യന്റ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചല്ല, സത്യമായിട്ടും ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനെ ഒരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ദീപുവാണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത് E4 എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത ബിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ്ബോയ്, അഖിലേട്ടൻ, അങ്ങനെ